UAE ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളുമായി എത്തുന്നു. VK Exhibition presents Ravos Indo-Arab Cultural Fest 2021. പ്രശസ്ത പിന്നണി ഗായിക സിത്താരയുടെ നേതൃത്വത്തിൽ പ്രോജക്ട് മലബാറിക്കസ് ബാൻഡ് ഒരുക്കുന്ന സംഗീത പരിപാടി. എല്ലാവർക്കും RB ഇമേജ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ചായി ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്ന് 50ാമത് UAE നാഷണൽ ഡേയുടെ ഭാഗമായി ഇൻഡോ അറബ് കൾച്ചറൽ ഫെസ്റ്റ് ഇവിടെ നടക്കാൻ പോവാണ്. പ്രശസ്ത സിനിമ പിന്നണി ഗായിക സിത്താര കൃഷ്ണകുമാറും നടത്തുന്ന ബാൻഡും എല്ലാം കൂടിയിട്ടാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. തന്നെ കോൽക്കളിയുണ്ട്, അറബ് സംഗീതമുണ്ട്, ഫ്യൂഷൻ ഡാൻസ് ഉണ്ട്, തിരുവാതിര ഉണ്ട്, അങ്ങനെ വിവിധ പ്രോഗ്രാമുകളൊക്കെ ഇന്നുണ്ട്. ഇത് ഇപ്പോൾ നടക്കുന്നത് ലക്ഷർ ലാൻഡിലാണ്, ദുബായ് ഓടുമെത്തയിലുള്ള ലക്ഷർ ലാൻഡിലാണ്. ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതിഥിയായിട്ട് വരുന്നത് ജോൺ ബ്രിട്ടാസ് ആണ്. നമ്മുടെ രാജ്യസഭ MP ആയ ജോൺ ബ്രിട്ടാസ് ആണ് മുഖ്യ അതിഥി. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളായിട്ട് ഇന്ന് നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ കൂടി ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവിധ പിന്തുണയും വേണം. ഇൻഡോ അറബ് കൾച്ചറൽ ഫെസ്റ്റ് 2021. മലയാളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പരിപാടി ആരംഭിക്കുക. ഫ്യൂഷൻ ഡാൻസ്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയ ആദ്യം തന്നെ ഫ്യൂഷൻ ഡാൻസ് ആണ് കേട്ടോ. വിശ്വമിടങ്ങയിലായവനൊരു ഇതിയുടെ അരകും തിരുമുമ്പാ
കേരളത്തിലെ മലബാർ പ്രദേശത്ത് പണ്ട് കാലങ്ങളിൽ കളിച്ചിരുന്ന കോൽക്കളി. അടുത്തതായിട്ട് കോൽക്കളിയാണ്. മലയാളി വനിതമാർ സംഘനൃത്തം ചവിട്ടി. നമുക്ക് ഓണം വന്നാലും വിഷു വന്നാലും തിരുവാതിര ഇല്ലാതെ ഒരാഘോഷമില്ല. UAE-ല് നമ്മൾ കൊട്ടാത്ത വേദികളുണ്ടാകില്ല. ഈ കലാകാരന്മാർ നിങ്ങൾക്ക് വേണ്ടി ഈ വേദിയില് 34ഓളം ചെണ്ട കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന മെഗാ ശിങ്കാരിമേളം ആരംഭിക്കുകയാണ്.
ഈ വിഷയം നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ ഈ കലാകാരന്മാർ ചാരിതാർത്ഥ്യം കനൽ കൊട്ടുകൾ ഇതാ. ഉണർത്തുവാട്ടിന്റെ ജീവമന്ത്രമോതി സൃഷ്ടിയുടെ വിളനിലമായ സ്ത്രീ പാതി ആകാശത്തിന്റെ അവകാശികളെ പൗരുഷത്തിന് അഴിഞ്ഞാടാനുള്ള രംഗവേദിയാക്കി മാറ്റിയതാരാണ്? വിമോചന കൊടിക്കൂറകളിൽ നക്ഷത്രമായി തിളങ്ങിയോ ആഡം ക്യൂറി, റോസാലൻ സമ്പൻ, ഫ്ലോറസ് നൈറ്റിംഗേൽ. എല്ലാ സാംസ്കാരിക പരിപാടികളുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു അഭിമുഖമാണ് നമ്മുടെ രാജ്യസഭാ അംഗം എം പി കൂടിയായ ജോൺ ബ്രിട്ടാസും മറ്റു മുഖ്യ അതിഥികളൊക്കെ ചേർന്നിട്ടുള്ള ഒരു അഭിമുഖമാണ് ഇനി അടുത്തതുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മലയാള സിനിമയുടെ പിന്നണി ഗായിക സിത്താര കൃഷ്ണമുഖാറും ടീമും അവതരിപ്പിക്കുന്ന ബാൻഡ് ഉള്ളത്. നമ്മുടെ അഷ്റഫ് താമരശ്ശേരി സാറാണ് ഇരിക്കുന്നത്. സ്വാഭാവികമായും എനിക്ക് വലിയൊരു ആവേശം തോന്നുന്ന നിമിഷമാണ്. കഴിഞ്ഞ 2 വർഷമായി ഇതുപോലുള്ള ഒരു ഒത്തുചേരലിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നില്ല. 2 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും കരുത്തുള്ള ഒരു സാംസ്കാരിക സായാഹ്നത്തിൽ ഭാഗവാക്കാകാനുള്ള അവസരം ലഭിക്കുന്നത്. അതിന് ഞാൻ ഇതിൻ്റെ സംഘാടകരോട് ആദ്യമായി നന്ദി പറയും. മലയാളികളെ 2 കൈയും നീട്ടി സ്വീകരിച്ച ഒരു രാജ്യത്തിൻ്റെ 50ാം ദേശീയ ദിനാഘോഷമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. എന്നെ പലപ്പോഴും ശ്വാസം മുട്ടിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. മലയാളിക്ക് എന്ത് സംഭവിച്ചു? മലയാളി റോഡ് മുറുകെ കിടക്കുമ്പോൾ ഒരു പൂച്ച അതിലെ വന്നാൽ ആ യാത്ര അവസാനിപ്പിക്കുന്ന ഒരു ദുരാചാരത്തിലേക്ക്, അനാചാരത്തിലേക്ക് മലയാളി ഇന്ന് മടങ്ങിപ്പോകുകയാണോ? നമ്മുടെ സ്വന്തം സഹോദരിമാരെ പാമ്പിനെ വെച്ച് കൊത്തിക്കൊല്ലുന്ന ഒരു സംസ്കാരത്തിലേക്ക് മലയാളി തിരിച്ചു പോവുകയാണോ? ജാതിയും മതവുമില്ലാതെ തോടോടും തോൾ ചേർന്ന് പ്രവർത്തിച്ച മലയാളികൾ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്ന് അടിയുണ്ടാക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? മമ്മൂക്ക ഞങ്ങള് ബോർഡ് മീറ്റിംഗ് ഇരിക്കുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് കുറിച്ചു, പൂച്ച വണ്ടി ഇടിച്ചു മരിച്ചു, പൂച്ച വണ്ടി ഇടിച്ചു മരിച്ചു. ഈ പൂച്ചയ്ക്ക് ഏത് പൂച്ചയായിരിക്കാം വിലങ്ങൻ ചാടിയിട്ടുണ്ടാവുക? കുഞ്ഞമ്മനെ പിടികിട്ടിയത് പിടിയിട്ടില്ല. പൂച്ച വിലങ്ങൻ ചാടിയാൽ എന്തോ വലിയ പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നവരായി മലയാളി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൂച്ച വണ്ടി ഇടിച്ച് ചത്തപ്പോൾ ആ പൂച്ചയ്ക്ക് ആരാണ്, ഏത് പൂച്ചയാണ് വിലങ്ങൻ ചാടിയത് എന്ന് പറഞ്ഞപ്പോൾ മലയാളി നിർമ്മാർജ്ജനം ചെയ്ത അനാചാരങ്ങളെ ഒന്നൊന്നായി ആനയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ അഭിമാനമായ മമ്മൂക്ക ഒരു ടിഷ്യൂ പേപ്പറിൽ കുറിച്ച് 2 വരികളിലൂടെ നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത്.
ടീം അവതരിക്കുന്ന ബാൻഡാണ് ഇനി നടത്താൻ പോകുന്നത്. പ്രൊജക്റ്റ് മലബാറിക്കസ് എന്നുള്ള ഒരു ബാൻഡാണത്. അപ്പോൾ അതെല്ലാവരും കാണും. പ്ലേബാക്ക് സിംഗർ, മ്യൂസിക് കമ്പോസർ, ഈ അടുത്ത കാലത്തായിട്ട് അഭിനയത്തിലും കൈവച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കർണാടിക് മ്യൂസിക് അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ എല്ലാം പ്രാവീണ്യം നേടിയിട്ടുള്ള അനുഗ്രഹീത കലാകാരി, നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട സിതാര, ദ ന്യൂ പ്രോജക്റ്റ് മലബാറിക്കസ് പരിപാടി അവതരിപ്പിക്കാനായി പാട്ടിന്റെ രാജകുമാരി സിതാരയെ ക്ഷണിക്കുന്നു. ഇത് എത്രമാത്രം വൈകാരികമായൊരു നിമിഷമാണ് ഞങ്ങൾക്ക് എന്നുള്ളത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കൃത്യം 1 വർഷവും 9 മാസങ്ങൾക്കും ശേഷമാണ് ഒരു വിദേശ രാജ്യത്ത് ഞങ്ങൾ പെർഫോം ചെയ്യുന്നത്. എല്ലാ കാലത്തും പ്രവാസം, ഇവിടെ വന്നപ്പോഴും സംഘാടകരോട് പറയാറുണ്ട്, പ്രവാസികൾ ഞങ്ങൾ ചേർത്ത് പിടിച്ചതിന് അതിരുകളില്ല. പക്ഷേ ഈ ഒരു കഴിഞ്ഞ കാലം വളരെ 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 എന്താ പറയുക, അൺസർട്ടൺ ആയിരുന്നു. കലാകാരന്മാർ പലരും എങ്ങനെ മുന്നോട്ട് പോകും. ഞങ്ങളുടെ പാട്ടാണ് നെക്സ്റ്റ് വൺ. ഇതൊന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മുടെ കുറേ തെറ്റായ ശീലങ്ങൾ പ്രകൃതി നമ്മളെയൊക്കെ തെറ്റാന്ന് പഠിപ്പിച്ചൊരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോയത്. അപ്പം ഷിബി കെ ഹരിനാരായണൻ്റെതാണ് ഇതിൻ്റെ വരികൾ. ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കാം ഞാൻ പറയണത്. അരുതരുതരുതരുതരുതരുത്. ഞാൻ ഭയങ്കര സാഹിത്യവാസനയുള്ള കുറേ ആൾക്കാരെയൊക്കെ കണ്ടു സംഘാടകരുടെ കൂട്ടത്തിൽ. അപ്പം ഉറക്കെ പറഞ്ഞുകൊണ്ട് അരുതരുതരുതരുതരുതരുത്. ഇനി അരുതവനിയോട് അഴിമതി ഒരു ചെറു മഴുവെറി അരുതരുത്. വെറുതെ അരുതരുതെന്ന് പറഞ്ഞു നോക്കാം. അരുതരുതരുതരുതരുതരുത്. ഇനി വേണ്ട അല്ലേ? അരുതരുതരുതരുതരുതരുത്. അപ്പൊ ആ പാടങ്ങനെ നോക്കാം.
ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ തൊട്ടു ഇനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാരപ്പൂങ്കുയിലേ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൂവേ. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോളപ്പാട്ട്, സ്നേഹം നോക്കുന്നാളേ സ്വർഗം തന്നെ നീയേ. ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ. ഇപ്പം ഇന്നലെ ഹരിയുടെ ഷോ ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് പാടി എല്ലാവരും വളരെ പണ്ടൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ടാവും. പറ്റുകയാണെങ്കിൽ ആ ഫ്ലാഷ് ലൈറ്റ്സ് ഒന്ന് കാണിച്ചു തരും, കാരണം ഈ വീഡിയോ ഞങ്ങൾക്കും വേണം. കുറച്ചാൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓർക്കാനുള്ളതല്ലേ. ചെയ്യാമോ? ഫ്ലാഷ് ലൈറ്റ്സ് ഒന്ന് കാണിക്കാമോ? താങ്ക് യു സോ മച്ച്. ഇത് വളരെ ബോറടിയുള്ള പരിപാടി, സ്ഥിരം ഞങ്ങൾ എല്ലാവരും ചോദിക്കണമെന്ന് അറിയാം. എന്നാലും ഇത് കണ്ടിട്ട് കുറേ കാലമായി. സ്വർഗം തന്നെ സൈഡ് ഒരു രക്ഷയിലുണ്ടെങ്കിൽ സാധനം അടിച്ചു. ഈ സൈഡ് എന്താ ഇങ്ങനെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ആവാട്ടോ. Let's try one more time. You guys ready?
വെളിയിൽ വരാനൊരു നാളും വെളിയിൽ വരാനൊരു നാളും അവിടുന്നിൻ ഗാനം കേൾക്കാം ചെവിയോർത്തിട്ടരികിലേക്ക് സ്വരരാഗ സുന്ദരിമാർക്കും വെളിയിൽ വരാനെന്തൊരു നാളും വെളിയിൽ വരാനെന്തൊരു നാളും വസന്തമോ വന്നു കഴിഞ്ഞു പഞ്ചമിയും നടന്നു വന്നില്ലിൻ കണ്ണിൻ മുന്നിൽ അറിയേണ്ടയാൾ മാധ്യമേ ദുനിയാ ബസാതെ സദായേ മേരി ജാൻ ഹൈ में तेरे कुर्बान सजना मोहब्बत लाला क्यों मैं ऐसा जाना तुझे लेने मेरी जान हर में तेरे कुर्बान दुनिया है तेरे पीछे लेकिन मैं तेरे पीछे अपना बना ले मेरी जान അപ്പോൾ നമ്മുടെ നാഷണൽ ഡേയുടെ ഭാഗമായിട്ടുള്ള ഇൻഡോ അറബ് കൾച്ചറൽ ഫെസ്റ്റ് 2021 ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവരും നിറഞ്ഞ ആസ്വദിച്ച് നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ.